ഹലോ എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ അടുത്ത സ്ഥിതിക്ക് നമ്മൾ പലരും താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഒരു 10 ദിവസത്തേക്ക് നമ്മുടെ വീടൊക്കെ പൂട്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ചെറിയ ചില മിസ്റ്റേക്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്കൊക്കെ വരുത്തി വയ്ക്കാം. അപ്പോൾ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് ടു റുട്ടീൻ ഈസി ആവാനും പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ തൊട്ട് തന്നെ നമ്മൾ എല്ലാം ഒന്ന് തീർത്ത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ പോകുമ്പോഴേക്കും വീട്ടിൽ ഫുഡ്, അതായത് ലോങ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫ് ഇല്ലാത്ത ഫുഡ് ആയിട്ടൊന്നും ഉണ്ടാവരുത്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ അതെല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ തൊട്ട് തന്നെ നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസും ഒന്ന് ഫിനിഷ് ഓഫ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൂടുതൽ പുതിയതെന്ന് പുറത്തുനിന്ന് വാങ്ങാതെ ഇരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമ്മൾ വാങ്ങുന്നതും കൂടി നമ്മൾ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റും ഒക്കെ ഒന്ന് എംപ്റ്റി ചെയ്ത് വെക്കുക. അധികമായിട്ട് വാങ്ങി വെക്കാതിരിക്കാനും നോക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വീട് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് പോകുക എന്നുള്ളത്. എന്താ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ, എന്തായാലും ഇപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരു വലിയ പണി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട് ഓൾറെഡി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് പോയാൽ ചെറിയൊരു പൊടി ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വന്ന ഉടനെ നമ്മൾ ആ ഒരു ക്ലീനിങ്ങിനായിട്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് സ്റ്റെപ്പ് ചെയ്താൽ മതിയാവും. മറിച്ച് നമ്മൾ വീട് എങ്ങനെ കിടക്കുന്നോ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ, ഒരു ലാസ്റ്റ് മിനിറ്റ് ക്ലീനിങ് ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ നല്ല പൊടിയായിരിക്കും. അപ്പം നമ്മൾ അത് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഭയങ്കര നമ്മൾ സ്ട്രെസ്ഡ് അപ്പ് ആവും. ആ ഒരു ജേർണിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടയേർഡ്നെസ്സും വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റിയും തോന്നും. അതേപോലെ വേസ്റ്റൊക്കെ നമ്മൾ ഇതുപോലെ പേപ്പർ വേസ്റ്റും അല്ലാതെ ഓർഗാനിക് ഫുഡ് വേസ്റ്റും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എല്ലാ മുറികളും ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കിച്ചണും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ മാട്രസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പില്ലോസ് എല്ലാം കൂടിയിട്ട് പില്ലോ കവർ വാഷ് ചെയ്യാനുള്ളതാണെങ്കിൽ പില്ലോ കവർ മാറ്റിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ അതേ പില്ലോ കവർ വെച്ചിട്ട് നമുക്ക് പിന്നെ വാഷ് ചെയ്താൽ മതിയല്ലോ. അതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ടൈ ചെയ്ത് നമ്മൾ കബേർഡിൽ വെക്കുക. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഇതേപോലെ വാഷ് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്ത് വാഷ് ചെയ്യാനിടാം. പകരം നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇതിൻ്റെ മേലെ വിരിച്ചാൽ മതി. ഇനി അല്ല, ആ ഒരു ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാറായതാണെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇതേപോലെ വിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ അതിൻ്റെ മേലെ വീണോളും. നമ്മൾ കിടക്കുന്ന ഭാഗത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അപ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് പോവുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇത് നേരെ എടുത്തങ്ങ് വാഷ് ചെയ്താൽ മതി. പിന്നെ ഒരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ ഈ ഒരു നോബ്. എല്ലാ ദിവസവും ഞാൻ ഇത് ഓഫ് ചെയ്യാറുണ്ട് രാത്രി. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിലില്ലാത്ത സമയം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. പലയിടങ്ങളിലും വലിയ അപകടം സംഭവിച്ചിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്വിച്ചസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്തതാവട്ടെ, നോർമലായിട്ട് ഉപയോഗിക്കാത്തതാവട്ടെ ഓഫ് ചെയ്ത് കൊടുക്കുക. എല്ലാ ജനലും വാതിലും അടയ്ക്കുന്നതിൻ്റെ ഒപ്പം ഒരു ജനൽ നമ്മൾ തുറന്ന് വെക്കുക. ഏതെങ്കിലും ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതുപോലത്തെ ഡിഫ്യൂസേഴ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉപയോഗിക്കാൻ. പക്ഷെ നമ്മൾ പോകുന്നതിൻ്റെ ആ ദിവസങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഈ ഒരു എയർ സർക്കുലേഷൻ ഇല്ലാതെ നമ്മുടെ ജനലും വാതിലും ഒക്കെ പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കത്തിക്കുന്ന വിളക്ക്, മെഴുകുതിരി, ഇതൊക്കെ നമ്മൾ അണച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകുക. കാരണം
എഗെയിൻ ഒരു ചെറിയ ഒരു ഒരു നമ്മുടെ ചന്ദനത്തിരീൻ്റെ ഒരു നാളം വീണാലും മതി വലിയ അപകടം ഉണ്ടാവാൻ. അതേപോലെ ഇതുപോലത്തെ ഡിയോ പെർഫ്യൂം ബാഗൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കുക. കാരണം അതും ഈ ഒരു ചന്ദനത്തിരിയും കൂടി ഇരുന്നാൽ തന്നെ വലിയ അപകടം ഉണ്ടാവും. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് മോഡം ഓഫ് ചെയ്തിട്ട് പോവുക. അതേപോലെ നമ്മുടെ ടി വിൻ്റെ റിമോട്ട്, വേറെ എന്തിൻ്റെയൊക്കെ റിമോട്ടാണെങ്കിലും എല്ലാത്തിൻ്റെയും റിമോട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോകരുത് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ബാറ്ററി ഒന്ന് മാറ്റിയിട്ടിട്ട് പോവുക. അത് ഒന്നെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് അപ്പോൾ ബാറ്ററി അവിടെ അതിനകത്ത് തന്നെ ഇരിക്കും, ബാറ്ററി മിസ്സാവില്ല. അല്ലെങ്കിൽ തിരിച്ച് മാറ്റി വെച്ചിട്ട് പോവുക. അതേപോലെ കുട്ടികളുടെ ടോയ്സ് ബാറ്ററി ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുക. വേറെ എ സിയുടെ റിമോട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മളിതേപോലെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും വെച്ചിട്ട് പോകരുത്. എല്ലാം സേഫായിട്ട് എടുത്ത് ബാങ്ക് ലോക്കറിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് സേഫായിട്ട്, വീടല്ലാത്തൊരു സ്ഥലത്ത് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ അഥവാ നിങ്ങളുടെ വീട്ടിലേക്കല്ല പോകുന്നത്, നിങ്ങളൊരു ദൂരയാത്രയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ കയ്യിൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലെ വാട്ടർ ഹീറ്റർ, ഇങ്ങനത്തെ വളരെ പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസസ്, എ സി ഒക്കെ നമ്മൾ ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ മെയിനായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ ഇപ്പോൾ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ കഴിവതും അവർക്ക് പുറത്തുനിന്ന് അധികം ഭക്ഷണമൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ കയ്യിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഒന്ന് കരുതുകയാണെങ്കിൽ നല്ലതാണ്. അധികവും പുറത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് കയ്യിൽ കരുതുന്നതാണ് നല്ലത് നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതേപോലെ ബദാമും വാൾനട്ടും അതേപോലെ പീനട്ടും ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയുടെ പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മളിവിടെ ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഒക്കെ ഒന്ന് കുരു കളഞ്ഞിട്ട് നമ്മളതും ഒന്ന് മിക്സിയുടെ പൾസ് ബട്ടണിൽ പ്രസ് ചെയ്ത് എടുത്തിട്ട് ഇതുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എനർജി ബോളാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അനീമിയ പേഷ്യൻസിനും അതേപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇതിനോടൊപ്പം നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സും ഒക്കെ ഒരു ദിവസമൊക്കെ സുഖമായിട്ട് നമുക്കും അതേപോലെ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൊണ്ടുപോയാൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ എന്തെങ്കിലും സ്ഥിരമായിട്ട് അപ്സെറ്റ് സ്റ്റൊമക്കൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ മുൻപ് ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്ത മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ് ഈ ഒരു അഗാരോൻ്റെ മൾട്ടി സ്റ്റീം കുക്കർ. ഇത് ഒരു കെറ്റിൽ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ബേസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക, നമുക്ക് പ്ലഗ് ചെയ്താൽ യൂസ് ചെയ്യാം. ഇതിൽ 3 വയറിംഗ് റാക്കാണ് വരുന്നത്. ഒരു റാക്ക് ഇങ്ങനെയുണ്ട്, നമുക്ക് അതിലൊരു പാത്രം അവർ തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് അത് ഇതിൽ വെച്ച് ആ ഒരു പാത്രവും വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മുട്ട പുഴുങ്ങാനുള്ള ഒരു സ്റ്റീമിംഗ് പോട്ട് ഉണ്ട്, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പാത്രം. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റീമിംഗ് പോട്ടും ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മൾ തീരെ ചെറിയ കുട്ടികളായിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർക്ക് നേന്ത്രപ്പഴം പുഴുങ്ങാനും വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും പിന്നെ നമുക്കാണെങ്കിലും മാഗിയൊക്കെ ഉണ്ടാക്കാനും ഒരു കാപ്പി ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട മെഡിസിൻസ്, കുട്ടികൾക്ക് വേണ്ട മെഡിസിൻസ്, ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് പലതായിരിക്കും. അതനുസരിച്ച് നമ്മളതെല്ലാം ഒന്ന് കയ്യിൽ കരുതുക. ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും, നമ്മൾ ഫ്ലൈറ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് നമ്മൾ കയ്യിൽ തന്നെ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് സ്പെയർ കീ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ആരുടെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു എമർജൻസി ഡോക്യുമെൻറ്റോ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിലൊരു കീ ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ചേട്ടൻ്റെ പേരൻസ് അടുത്ത് തന്നെയുണ്ട്, ഞാൻ അമ്മേൻ്റെ കയ്യിൽ കീ കൊടുത്തിട്ട് പോകാറാണ് പതിവ്. പിന്നെ ഇതേപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, നമ്മൾ ബോഡി പ്രോഡക്ട്സ് ഒക്കെ ഏതാണെന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കയ്യിൽ കരുതുക. ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും സൺസ്ക്രീനും ഫേസ് വാഷും നമ്മുടെ മോയ്സ്ചറൈസറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ കരുതുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചോട്ടെ. നമ്മൾ ഇറങ്ങുന്നതിന് മുൻപും നമ്മുടെ ജേർണിയിലും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.